കാശ്മീരിൻ്റെ ചില ഭക്ഷണ വിഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദേശത്തിനും ഇത്തരം ചില തനിമകളുണ്ടായിരിക്കും. കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വ്യത്യസ്തമാണ്. അതുപോലെ ഒരുപാട് വൈവിധ്യമുള്ള ഭക്ഷണ വിഭവങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വസ്വാൻ എന്ന ഭക്ഷണ വിഭവം. നമ്മളൊരു നാട്ടിൽ വരുമ്പം അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് അത് തീർച്ചയായിട്ടും പരിചയപ്പെടണം. അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് വന്നിട്ടുള്ളത്. വാസ്വാൻ ത്രാണി എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റമാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഞെട്ടത് 3500 രൂപയാണ്. ഹോട്ടൽ നിലവാരം അനുസരിച്ചിട്ട് വിലയിൽ മാറ്റമുണ്ടാവുന്ന കൂടി അറിയിക്കാൻ കേട്ടോ. വിളമ്പി തരുന്ന ആൾ തന്നെ ഓരോ വിഭവവും ആവേശത്തോടെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടാൻ അവർ സപ്ലൈ ചെയ്ത് തരും. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാണ് അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടില്ല ഗംഭീര സംഭവം. പ്രത്യേകതരം അരിയാണ്. അതിന് പുറമെ മട്ടൻ കൊണ്ടുള്ള വിവിധ ഇനങ്ങൾ, അതായത് മേത്തി, കബാബ്, വേസ് കൊക്കൂർ, ദേനി ഫോൾ, തബക് മാസ്, ഇങ്ങനെ കുറേ ഇനങ്ങൾ ഉണ്ടായിരിക്കും. കണ്ടൊരു പ്രത്യേകത ഇതാണ്, ഇത് മാനേജറാണ്. അപ്പോൾ അദ്ദേഹം ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കും. And we have this local chutney we have here. This is Rogan Josh, this is Vista, and this is Bastaba. അടുത്തത് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാനീയാണ് കൗവ എന്നാണ് പേര്. സാമ്പ്രദായിക രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ചെമ്പ് പാത്രത്തിലായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ടുള്ള കാശ്മീരി സ്റ്റൈലിലുള്ളൊരു പാത്രം കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് വളരെ വിശേഷപ്പെട്ട അവസരങ്ങളിലാണ് കൊടുത്തു വരുന്നത്. നേരത്തെ വസ്വാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലും ചേർക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ കണ്ടുവരുന്ന കുങ്കുമപ്പൂ, അതിൻ്റെ നൂല്, ഗ്രീൻ ടീ ഇലകൾ, ഏലക്ക, ബദാം പരിപ്പ്, റോസ് ഇതള്, ഇതെല്ലാം ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്നതാണ് ഈ കൗവ. ദാൽ തടാകത്തിലെ ഒരു കൗവ കച്ചവടക്കാരനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത. നമ്മുടെ കച്ചവടക്കാരന് ഈ ബോട്ടിൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാ കണ്ടോ, അവിടെ ഇതാ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഈ കച്ചവടക്കാർ ഇങ്ങനെ വരും. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാവ ഇവിടുത്തെ വലിയ ഫേമസ് ആണ്. അതാണ് ഇപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്, കാശ്മീരി കാവ. केसर का केसर का यहाँ का फेमस टी. ये टी है. हाँ, ये टी है. केसर का टी है. पियो आराम से. हाँ. इससे गला वाला साफ रहता, बॉडी के लिए अच्छे. सामने जो मसाला है ना, ये सब ये वाला मसाला सब बना है. इधर. हाँ, इधर से. ओ देखो अभी घूम रहा है, देखो सर. इलायची, दालचीनी, इससे बॉडी साफ रहता है. खांसी जुकाम होता है वो भी दूर. ये इसमें बनाता है. इसमें ഇനിയിപ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്ക് വരികയാണ്. ഇവിടുത്തെ മറ്റൊരു തനത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഇതൊക്കെ ഹിമാലയത്തിൻ്റെ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് ലഭിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രത്യേകതയുള്ള ഭക്ഷണം. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഇത് ട്രൗട്ട് എന്ന് പറയുന്നൊരു ഫിഷാണ്. എന്ന് വെച്ചാൽ ഈ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ ഉണ്ടാവുന്ന മീനാണ്. അപ്പോൾ അതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കായലിൽ കിട്ടുന്ന മീൻ, കരിമീൻ അവിടുത്തെ സ്പെഷ്യൽ ഇനൊക്കെയാണ്. അതുപോലെ കാശ്മീരിലെ ഒരു സ്പെഷ്യൽ ഇനമാണ് ട്രൗട്ട് എന്നുള്ള ഫിഷ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരു കടയാണ്. ഇത്തരം കടകൾ കാശ്മീരിൽ ഒരുപാട് കാണാൻ പറ്റും. ഇത്തരം പഴവർഗ്ഗങ്ങൾക്ക് പറ്റിയ മണ്ണും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അതാവാം ഇത്തരം കടകൾ ധാരാളം ഉണ്ടാകാനുള്ള കാരണം. ഇത്തരം ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത, അത് കഴിച്ചാലുള്ള ഗുണം, ഇതിനെയൊക്കെ പറ്റി ഒരു ക്ലാസ് തന്നെ എടുത്തു തരികയാണ് ഇവിടുത്തെ സെയിൽസ്മാൻ. കുങ്കുമത്തിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ പറയുന്നതെല്ലാം. കുങ്കുമം ഇത്തരം സാഹചര്യങ്ങൾ മാത്രം വളരുന്ന ഒന്നാണ്.
കുങ്കുമത്തിൻ്റെ നാടാണെങ്കിലും എല്ലായിടത്തും കിട്ടുന്ന കുങ്കുമം ഒറിജിനൽ ആവണമെന്നില്ല. അപ്പം നല്ല കുങ്കുമം എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. अगर ये दिखने में दोनों तरफ से सेम हो, दोनों तरफ से मोटा या दोनों तरफ से पतला हो, तो यहाँ का रेड गोल्ड വാൽനട്ടും നല്ലതുപോലെ ഇവിടെ കാണാം. ഇവിടെ വിൽക്കുന്ന വിവിധ തരം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സാമ്പിളാണിത്. കാശ്മീരിൽ ദൂത് പത്രിക്ക് പോകുന്നതിനിടയ്ക്ക് ഇത് അങ്ങനെ ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ സ്ത്രീകളാണ് കൂടുതലും കച്ചവടക്കാർ. മാത്രമല്ല അവിടെ നല്ല ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഒന്നും പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. വീട്ടിൽ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഇനങ്ങളാണ്. അപ്പോൾ ഇത് പിന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രദേശത്ത് പിന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ എത്രയോ കടകളുണ്ട്. Right now we are in Doodh Patri. It's located in district Badgam. So we are having famous food of Doodh Patri over here. The famous food over here is known as sarson ka saag with corn bread, which is locally known as makki ki roti, with pickles and onion chutney. And the special thing about is this pink tea over here. This is the highlight of Doodh Patri. പിങ്ക് ടീ കാശ്മീരിലെ ഒരു പ്രത്യേക ഇനം തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കില്ല, അതിന് പകരം ഉപ്പ് ആയിരിക്കും ചേർക്കുക. ഗ്രീൻ ടീ ഇലകൾ, പാല്, ഇതൊക്കെ ഇതിൽ ചേർക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. ഇതിൽ ചേർക്കുന്ന പ്രത്യേക ബേക്കിംഗ് സോഡയുടെ കാരണം കൊണ്ട് ഇതിന് പിങ്ക് കളറായിരിക്കും. അപ്പം നമ്മുടെ ഈ കൂട്ടുകാരനുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അറിയാൻ കഴിയുന്നു എന്നതാണ് വലിയ സന്തോഷം. ഓരോ ദേശത്തിനും ഇങ്ങനെ ഓരോ രുചി ഭേദങ്ങളുണ്ടായിരിക്കും. കാശ്മീരിൻ്റെ കുറച്ച് ഇനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനിയും കുറേ ഇനങ്ങൾ നമ്മൾ പരിചയപ്പെടാനുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഇനങ്ങൾ ഒന്നുകൂടി ഇവിടെ കാണിക്കട്ടെ.